മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഡൽഹിയിലെത്തിച്ചു. ഔദ്യോഗികമായി NIA ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. NIA കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാത്ത പക്ഷം ഓൺലൈനായി കോടതിയിൽ ശ്രീ ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ എത്തിയിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഡൽഹിയിൽ എത്തിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നേരെ NIA ആസ്ഥാനത്തേക്കായിരിക്കും റാണയെ കൊണ്ടുപോവുക, അല്ലേ? ദേവിക, ഇപ്പോൾ ഔദ്യോഗികമായ അറിയിപ്പ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ കാത്തുനിന്നത് ഈ ഒരു NIAയുടെ അറിയിപ്പിന് വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും US നിന്നും NIA സംഘം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വന്നത് മുതൽ തന്നെ ഏറ്റവും അധികം ആളുകൾ കാതോർക്കുന്നത് ഇയാളെ എപ്പോഴാണ് ഇന്ത്യയിൽ എത്തിക്കുക എന്നത് സംബന്ധിച്ചായിരുന്നു. എന്തായാലും അല്പസമയം മുമ്പ്, ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. തഹാവൂർ റാണയും വഹിച്ചുകൊണ്ടുള്ള വിമാനം അങ്ങനെ പാലം എയർബേസിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ആ എയർപോർട്ടിനകത്ത് തന്നെ ഒരുപക്ഷെ ഇയാളുടെ മെഡിക്കൽ ടെസ്റ്റ് ദേശീയ അന്വേഷണ ഏജൻസി നടത്തും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം ഇതിനകം തന്നെ പാലം എയർബേസിനകത്ത് ഏതാണ്ട് ഉച്ചയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു പ്രതിയുമായി എത്തുന്ന ഘട്ടത്തിൽ ആദ്യം ചെയ്യുന്ന നടപടികളിൽ ഒന്ന് മെഡിക്കൽ ടെസ്റ്റ്, ശാരീരികമായ ഒരു പരിശോധന, വിദഗ്ധ പരിശോധന നടത്തുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞാൽ നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. പക്ഷേ ഇതൊരു ഭീകരവാദ കേസ് ആയതിനാൽ നേരിട്ട് ഹാജരാക്കുമോ അതല്ലെങ്കിൽ ഓൺലൈൻ മാർഗമാകുമോ ഇയാളെ പട്ടിയാലയിലെ NIA കോടതിയുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ കോടതിക്ക് മുമ്പിലേക്ക്, കോടതി നടപടികളിലേക്ക് കൂടി ഈ തഹാവൂർ റാണയെ എത്തിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഈ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് NIA ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായത്. നേരത്തെ ഉച്ച കഴിഞ്ഞ് ഈ തഹാവൂർ റാണയും വഹിച്ചുകൊണ്ടുള്ള വിമാനം എത്തി എന്നത് സംബന്ധിച്ച വാർത്തകൾ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ദേശീയ അന്വേഷണ ഏജൻസി ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നമുക്ക് നൽകിയിരുന്നില്ല. ഇപ്പോൾ ഇത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരം ഇനിയും ഈ തഹാവൂർ റാണയെ ഒരുപക്ഷെ തീഹാർ ജയിലിലാണോ അതോ എനിക്ക് പിന്നിൽ കാണുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്താണോ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ എത്തിക്കുക എന്നതിലും ഇപ്പോൾ ഒരു വ്യക്തത കേന്ദ്ര ഏജൻസികൾ നൽകുന്നില്ല. കാരണം ഇതൊരു അതീവ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ദേശീയ ഏജൻസികൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതൊരു ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസാണ്. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ പ്രതിയാണ് ഈ തഹാവൂർ റാണ. സ്വാഭാവികമായും ഇയാളെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുകയും പിന്നീട് കോടതി നടപടികളിലേക്ക് കൊണ്ടുപോകുകയും അതിനുശേഷം ജയിലിൽ പാർപ്പിച്ചുകൊണ്ടുള്ള തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊക്കെ വിധേയമാക്കേണ്ടതുണ്ട്. ഇയാളെ കൊണ്ടുവരുന്ന സമയത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട ആവശ്യവും കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. കാരണം ഈ ഭീകരനൊപ്പം ഉള്ള മറ്റു ഭീകരർ തന്നെ, ഒരുപക്ഷെ ഇയാൾ ഉൾപ്പെടുന്ന ലഷ്കർ-ഇ തൊയ്ബയോ ജെയ്ഷെ മുഹമ്മദോ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഇയാളെ വധിക്കാനുള്ള വലിയ നീക്കങ്ങൾ ഇതിനകം തന്നെ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കങ്ങളില്ല. കാരണം ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ സംഘടനകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഖണ്ഡികളെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മുടെ ഏജൻസികൾക്ക് ലഭിക്കും. സ്വാഭാവികമായും മുംബൈ ഭീകരാക്രമണം മാത്രമല്ല, ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരന്മാരെ സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ നമ്മളുടെ ഏജൻസികൾക്ക് ഇനിയും ലഭിക്കാൻ പോവുകയാണ്. അതിനാൽ ഇയാളെ എങ്ങനെയെങ്കിലും തീർത്തുകളയാം എന്നൊരു ലക്ഷ്യം കൂടി ഭീകര സംഘടനകൾക്കുണ്ടായേക്കാം. അതിനാൽ പഴുതടച്ചുള്ള സുരക്ഷയും അതോടൊപ്പം തന്നെ രഹസ്യ സ്വഭാവത്തിലുള്ള നീക്കങ്ങളുമാണ് കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വിമാനം ഏതാണ്ട് ഉച്ച തിരിഞ്ഞ് ഡൽഹി പാലം എയർബേസിൽ എത്തിയതായി നമുക്ക് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോഴും ഈ വിമാനത്താവളത്തിനകത്ത് എന്തൊക്കെ നടപടികളാണ് പുരോഗമിക്കുന്നത് എന്ന കാര്യവും മാധ്യമങ്ങളുമായി വിവരിക്കുവാൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ മറ്റ് പുറം ലോകത്തിന് നൽകുവാനോ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ല. എന്തായാലും നിരവധി ഡോക്ടർമാരുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യ വിദഗ്ധരുടെയും ഒരു നിര നമുക്ക് ഈ പാലം എയർബേസിൽ ഉച്ച മുതൽ കാണാൻ സാധിച്ചു. അതിനാൽ തന്നെ ഈ എയർപോർട്ടിനകത്ത് വെച്ച് ഒരുപക്ഷെ മെഡിക്കൽ പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദേവിക. ഗൗതം, അതോടൊപ്പം തന്നെ ഈ റാണയെ കൊണ്ടുവരുന്ന വഴികളിലടക്കം മാധ്യമങ്ങൾക്കടക്കമുള്ള വിലക്കുകളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കാരണം അത്രയും വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് ഇയാളെ കൊണ്ടുവരുന്നത്. കാരണം കൊടും ക്രിമിനലാണ്, ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പോലും പറയാൻ അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ ഇതുവരെയും NIA തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്, അല്ലേ?
അത് തന്നെയാണ് ദേവി. രഹസ്യ സ്വഭാവത്തിലുള്ള കേസിന്റെ അന്വേഷണത്തിലും ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും അനിവാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അങ്ങനെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പുറം ലോകത്തോ പ്രസിദ്ധീകരിക്കുന്നത് കേസ് അന്വേഷണത്തെയോ മാത്രമല്ല, ഇത്രയും ഒരു കൊടും ക്രിമിനലിനെ, കാരണം അസാധാരണമായ നടപടിയാണ് ഈ നടക്കുന്നത്. സാധാരണയായി മറ്റൊരു രാജ്യത്തെ പൗരനെ മറ്റൊരു രാജ്യത്തേക്ക് കേസുകളിൽ പ്രതിയായി എന്ന രീതിയിൽ വളരെ വേഗത്തിൽ അങ്ങനെ വിട്ടു നൽകില്ല. ഇത് തന്നെ 1997 കാലത്ത് കൊടും കുറ്റവാളികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും US-ഉം അന്നത്തെ കാലത്ത് ഒപ്പിട്ട ഒരു കരാറാണ്. അതിനുശേഷവും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ പ്രതികളെ വിട്ടു നൽകുന്ന നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് കാനഡ, US ഒക്കെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇത്തരം കൊടും കുറ്റവാളികളെ നമ്മുടെ രാജ്യത്തേക്ക് വിട്ടു നൽകുന്നു എന്ന് പറയുന്നത് തന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള വലിയ നീക്കങ്ങളുടെ ഭാഗമാണ്. കാരണം തഹാവൂർ റാണയുടെ കേസിൽ തന്നെ ഏതാനും വർഷങ്ങളായി ദേശീയ അന്വേഷണ ഇയാളെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ അന്വേഷണത്തിന്റെ ദിശയിലൂടെ നടത്തിയിരുന്നു. അതേ സമയത്ത് തന്നെ നയതന്ത്ര രീതിയിൽ എങ്ങനെയൊക്കെ ഇയാളെ തിരികെ എത്തിക്കാമെന്നത് സംബന്ധിച്ചുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു മികച്ച കോർഡിനേഷനിൽ അതൊക്കെ നടന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ സ്വാഭാവികമായും ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടി ഈ കേസിന്റെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. ഇത് റാണയിൽ മാത്രം നിർത്തുവാൻ അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുവാൻ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് മുംബൈ ഭീകരാക്രമണം തന്നെ നമുക്കറിയാം. അതിൻ്റെ പിന്നിൽ ഹാഫിസ് സയ്യിദിനെ പോലെ, മസൂദ് അസറിനെ പോലെയൊക്കെയുള്ള പാകിസ്ഥാനിൽ ഇപ്പോഴും സ്വൈര്യവിഹാരം നടത്തുന്ന കൊടും ഭീകരരാണ് അത്തരം ആക്രമണങ്ങൾ അവിടെ ഇരുന്ന് ആസൂത്രണം ചെയ്ത് ഇവിടെ നടപ്പാക്കിയത്. ഒപ്പം ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ പോലെയുള്ള ഭീകരന്മാരെ ഇനി നമുക്ക്. അതിനാൽ ഇയാളെ എത്തിക്കുന്നതിലൂടെ കൃത്യമായി ഇനിയും ചോദ്യം ചെയ്യലിലൂടെ ഇതിന്റെ എല്ലാ തെളിവുകളും ലഭിച്ച ശേഷം പാകിസ്ഥാൻ എങ്ങനെയൊക്കെയാണ് രാജ്യങ്ങൾക്കെതിരെ നിഴൽ യുദ്ധം നടത്തുന്നത്, പ്രത്യേകിച്ച് ഭീകര സംഘടനകളെ മുൻനിർത്തി എങ്ങനെയാണ് പാകിസ്ഥാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതിന്റെ തെളിവുകൾ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കാട്ടുകയാണ് ഭാരതത്തിന്റെ ലക്ഷ്യം. അതിനാൽ വളരെ രഹസ്യ സ്വഭാവത്തിലും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയും പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കിയും ഒക്കെയാണ് ഈ ഭീകരനെ ഇപ്പോൾ എയർപോർട്ടിന് പുറത്തേക്ക് എത്തിക്കാൻ പോകുന്നത്. ദേവിക. ശരി, ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഈ ഒരു ഘട്ടത്തിൽ NIA കോർട്ടിലേക്കാണോ NIA ആസ്ഥാനത്തേക്കാണോ റാണയെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കാരണം അതീവ രഹസ്യ സ്വഭാവമുണ്ട് ഈ ഒരു വിഷയത്തിന്. കാരണം ഒരു കൊടും ക്രിമിനലിനെയാണ് ഭാരതത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏജൻസികളടക്കം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഓൺലൈനായി കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഓൺലൈനായി തന്നെ ഇയാളെ ഹാജരാക്കാനല്ലേ സാധ്യത? കാരണം കോടതി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു കൊടും ഭീകരനെ അവിടേക്ക് എത്തിക്കുക എന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. എത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി എന്ന് പറഞ്ഞാലും തഹാവൂർ റാണയെ പോലെ ഒരു കൊടും ക്രിമിനലിനെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. വീണ്ടും ഗൗതമിലേക്ക് എത്തുമ്പോൾ, ഗൗതം, NIA ആസ്ഥാനത്തേക്കാണ് ഇയാളെ കൊണ്ടുവരുന്നതെങ്കിൽ മാധ്യമങ്ങളെ അടക്കം അവിടെ നിന്ന് മാറ്റാനുള്ള സാഹചര്യമുണ്ടോ നിലവിൽ? ദേവിക, നേരത്തെ NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് ദേശീയ അന്വേഷണ ഏജൻസിയുടെ വൃത്തങ്ങൾ നൽകുന്നില്ല. കാരണം സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ഈ ഭീകരനെ ഉച്ചയ്ക്ക് ഡൽഹിയിൽ എത്തിക്കുകയും പിന്നീട് ഈ NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ രാവിലെ മുതൽ തന്നെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമായിരുന്നു. ഇപ്പോഴും ഈ സമയം ഏതാണ്ട് 7 മണിയോട് അടുക്കുന്ന ഘട്ടത്തിലും ആ സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റമില്ല. ഒന്ന്, റോഡ് പൂർണ്ണമായി തന്നെ ബ്ലോക്ക് ചെയ്ത് രാവിലെ മുതൽ തന്നെ ഈ റോഡിന്റെ സ്ഥിതി ഇതാണ്. കാരണം നമ്മളുടെ യൂണിറ്റ് രാവിലെ മുതൽ തന്നെ നമ്മളിവിടെ ഉണ്ട്. രാവിലെ മുതലുള്ള കാഴ്ച ഇത് ഡൽഹിയിൽ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ NIA ആസ്ഥാനത്തിന് മുന്നിലൂടെ ഉള്ള ഈ റോഡിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ്. ആ റോഡ് രാവിലെ മുതൽ തന്നെ ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു. ഒപ്പം BSFന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ, കേന്ദ്രസേനയാണ് BSFന്റെ ഉദ്യോഗസ്ഥന്മാരെ, CRPFന്റെ ഉദ്യോഗസ്ഥന്മാരെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വിന്യസിച്ചിരിക്കുന്നത്. ആയുധധാരികളായ നമ്മുടെ ജവാന്മാരെ നമുക്കിവിടെ
കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൊട്ടപ്പുറത്ത് നമുക്ക് NIA-യുടെ ദേശീയ ആസ്ഥാനം കാണാം. അതിനകത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിന് മുന്നിൽ ആരും തന്നെ ഇല്ല. അവിടെ നമുക്ക് BSF-ന്റെ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യനെ പോലും ആ റോഡിൻ്റെ ഒരു വശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അത്രത്തോളം വലിയ സുരക്ഷാ ക്രമീകരണം കാലത്ത് മുതൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ NIA ഇവിടേക്ക് ഈ തഹാവൂർ റാണയെ എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ ഇവിടെ നടന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. NIA-യുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടേക്ക് വന്നു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തി ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും എന്നതായിരുന്നു വിവരം. എന്തായാലും ഈ വിമാനം വൈകിയത് കൊണ്ടാകാം ഇന്നിനിയും രാത്രി വൈകി ഇവിടേക്ക് എത്തിക്കുമോ ഇല്ലയോ എന്നതിൽ ഇപ്പോഴും ഒരു കൺഫർമേഷൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വൃത്തങ്ങൾ നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. റോഡ് ഇപ്പോഴും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. വാഹനങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. ചുരുക്കം മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നീടുള്ളത് കേന്ദ്ര സേനയുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് എന്തായാലും തഹാവൂർ റാണയെ കൊണ്ടുവരുന്നുണ്ട്. അത് ഇന്ന് രാത്രിയിൽ ഉണ്ടാകുമോ അതോ നാളേക്ക് അത് മാറ്റിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നം. എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ ഈ പാലം എയർപോർട്ടിനകത്താണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. അവിടെ മെഡിക്കൽ പരിശോധന നടക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ ഏതാനും ചുരുങ്ങിയ സമയത്തിനകം തന്നെ ഈ ഭീകരനെ പുറത്തേക്ക് എത്തിക്കും. ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലാണ് ഇയാളെ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. കാരണം ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചിരുന്നു. കാരണം ഇയാൾക്ക് ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങൾ ഇയാൾക്ക് നേരെ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇയാളെ ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഏജൻസികൾക്കും അത്രത്തോളം അനിവാര്യമാണ്. പല ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും ചുരുളഴിക്കാൻ ഇയാളെ ചോദ്യം ചെയ്യുന്നത് സഹായകരമാകും എന്നതിനാൽ ഇയാൾക്ക് അത്ര മികച്ച സുരക്ഷ കൊടുത്തു തന്നെ ഇയാളെ ഇവിടേക്ക് എത്തിക്കുവാനാണ് ഇപ്പോൾ ശ്രമം.